ഭാരതത്തിൽ മുഴുവനും പണ്ട് പോട്ടായിലെ ധ്യാനകേന്ദ്രം ഉണ്ടായിരുന്നത് പോലെ പോട്ടായിലെ ധ്യാനകേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്ന കുറേ വ്യക്തികൾ, ക്രൈസ്തവ പുരോഹിതന്മാർ ഭാരതമെമ്പാടും ധ്യാനകേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പോട്ട ധ്യാനകേന്ദ്രത്തിൽ 800 ഓളം വ്യക്തികളുടെ മരണത്തിന് കാരണമായതൊന്നും അന്വേഷിക്കാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചത് അവരുടെ ചങ്കൂറ്റവും ഭരണ സംവിധാനത്തോടുള്ള ആ അഭേദ്യമായിട്ടുള്ള ബന്ധനവുമാണ്. ബോണ്ടേജാണ്, ബന്ധവും ബന്ധനവുമാണ്. അവിടെ നിന്ന് ട്രെയിനിങ് കിട്ടിയ കുറേ വ്യക്തികൾ ഭാരതത്തിലെമ്പാടും, ഡൽഹി ഉൾപ്പെടെ, ഹൈദരാബാദ് ഉൾപ്പെടെ ചെറുതും വലുതുമായിട്ടുള്ള നഗരങ്ങളിൽ ധ്യാനകേന്ദ്രങ്ങളുണ്ട്. വലിയ പോപ്പുലറായിട്ട് പുറത്തേക്ക് അറിയാത്ത വിധത്തിൽ വളരെ കോൺഫിഡൻഷ്യലായിട്ട് അവിടേക്ക് ആളെ കൊണ്ടുവരുന്നതിന് ധാരാളം ഏജന്റുമാരുണ്ട്. അവർക്കെല്ലാവർക്കും പേയ്മെൻ്റാണ്. യഥാർത്ഥത്തിൽ ഈ ട്രാവൽസ് നടത്തുന്നവർ, കൈലാസത്തിലേക്ക് ട്രാവൽസ് നടത്തുന്നവർ, അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിലേക്ക്, മധുരയിലേക്ക്, കന്യാകുമാരിയിലേക്ക് ട്രാവൽസ് നടത്തുന്ന, ശബരിമലയിലേക്ക് ട്രാവൽസ് നടത്തുന്നവരൊക്കെ അവർക്കതൊരു ബിസിനസ്സാണ്. അവർക്ക് ഓരോ വ്യക്തിയുടെയും ടിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ ഓരോ വ്യക്തിയെയും കൊണ്ടുപോകുന്നതിന് പൈസ കിട്ടും. അതാണ് അവർ ഉപയോഗിക്കുക. ഒരു ഏജന്റാണ്. ഈ ധ്യാന കേന്ദ്രങ്ങളിൽ മുഴുവനും പ്രവർത്തിക്കുന്ന അതാത് പ്രദേശത്തെയും പുറത്തുള്ളവരും ധാരാളം ഡ്രൈവർമാരുണ്ട്, വണ്ടികളുണ്ട്. അവർക്ക് എല്ലാവർക്കും പൈസ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് കൊടുക്കും. ആൾക്കാരെ ക്യാൻവാസ് ചെയ്തിട്ട് അവിടേക്ക് കൊണ്ടുപോയിട്ട് ധ്യാനത്തിലൂടെ കൺവെർട്ട് ചെയ്തിട്ട് ക്രിസ്ത്യാനികളെ ധ്യാനത്തിന്, ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ഇത് എത്ര ഹിന്ദുക്കൾക്കറിയാം? ഡസൻ കണക്കിന് ധ്യാന കേന്ദ്രങ്ങൾ ഡൽഹിക്ക് ചുറ്റുമുണ്ട്. നല്ലോണം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചോദിച്ചാലേ ഉള്ളൂ. നിങ്ങൾ ട്രെയിനിൽ പോകുന്ന കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും നോക്കാം, ഡൽഹിയിലേക്ക് എടുക്കുന്നവർ. അവരവിടെ എന്താ ചെയ്യുന്നറിയോ? മലയാളികളുടെ പള്ളിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അതിനോട് ചേർത്ത് ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഈ ധ്യാന കേന്ദ്രങ്ങൾ വലിയ കൺവേർഷൻ കേന്ദ്രങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ധ്യാനം, യേശുക്രിസ്തുവിൻ്റെ സൂര്യ നമസ്കാരം, യേശുക്രിസ്തുവിൻ്റെ സഹസ്രനാമം, യേശുക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കൽ, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പാക്കേജാണ്. മറ്റ് സ്ഥലത്ത് നിന്ന് വരുന്നവർക്ക് 2-3 ദിവസം താമസിക്കാനും നല്ല അടിച്ച് പൊളിച്ച് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഭക്ഷണവും, വരുന്നവർക്കും ചെറിയ എമൗണ്ട് കൊടുക്കുന്നുണ്ടാവും. ട്രാവലിംഗ് എന്ന പേരിൽ ഏജന്റുമാർക്ക് 400 രൂപ വെച്ച് പെർ ഹെഡിന് കൊടുക്കുന്നുണ്ടാവും. ബ്രാഹ്മണരും പൂണൂലിട്ടവരെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ എമൗണ്ട് കുറേ കൂടി കൂടുതലാണ്. പൂജാരിമാരെ പോലെയുള്ളവരെ കൊണ്ടുവരികയാണെങ്കിൽ, സവർണരെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ എമൗണ്ട് കുറേ കൂടി കൂടുതലാണ്. അവരിലൂടെ അവരുടെ പ്രദേശത്തുള്ളവരെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഇന്ന് രാത്രി സന്ദേശം നിങ്ങളിത് അറിയണം. ഭാരതത്തിൽ മുഴുവനും വിവിധ സംസ്ഥാനങ്ങളിൽ കേരളീയർ നടത്തുന്ന ധ്യാനകേന്ദ്രങ്ങൾ ഇഷ്ടം മാതിരിയുണ്ട്. ഒന്നും പുറത്ത് കാണില്ല. അത് പലതും സ്പോൺസേഡാണ്. രാഷ്ട്രീയ പാർട്ടിക്കാർ സ്പോൺസേഡാണ്. ഹിന്ദുക്കൾ പൈസ കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ? ധ്യാനമല്ലേ, മെഡിറ്റേഷൻ അല്ലേ, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് നടക്കുന്നതൊക്കെ കൺവേർഷനും കൂടിയാണ്. ഇത്രയുമല്ല, ഇതൊരു 5 മണിക്കൂർ പറഞ്ഞാൽ തീരാത്ത അത്രയുമുണ്ട്. ഉപയോഗിക്കാവുന്ന സർവ്വനീച വഴികളും ഉപയോഗിച്ച് മതവും യേശുദേവനെയും ബൈബിളും കച്ചവടം നടത്തുന്ന ധ്യാന കേന്ദ്രങ്ങളാണ്. മുഴുവനും അടിച്ചു മാറ്റിയിരിക്കുന്ന ഹിന്ദുക്കളുടെ മെഡിറ്റേഷനിൽ നിന്നാണെന്ന് കൂടി ഓർമ്മിക്കുക. ഹിന്ദുക്കളുടെ ധ്യാനം, ഹിന്ദുക്കളുടെ മന്ത്രം, ഹിന്ദുക്കളുടെ സഹസ്രനാമം, ഹിന്ദുക്കളുടെ കീർത്തനങ്ങൾ, ഹിന്ദുക്കളുടെ യോഗ, അതെല്ലാം എടുത്ത് ക്രിസ്ത്യൻ പാക്കറ്റിലാക്കിയിട്ട് ധ്യാനം എന്ന ബിസിനസ് ചെയ്യാൻ ധാരാളം ഏജന്റുമാരും വാഹനങ്ങളും പ്രവർത്തകരും ഉണ്ട്. അതൊരു വലിയ ബിസിനസ്സാണെന്നുള്ളത് നമ്മൾ അറിയണം. പ്രണാമം.